വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. ഒരു വടിക്ക് 3 പക്ഷി എന്നാലും പറഞ്ഞിട്ടില്ല, അതേപോലെ ഒരു വടിക്ക് 3 ഐസ്ക്രീം. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കുറച്ച് മാംഗോ, കുറച്ച് സ്ട്രോബെറി, കറുത്ത മുന്തിരി, പിന്നെ അരട്ടിന് മിൽക്ക് പിന്നെ സ്ട്രോബെറി, ബ്ലൂബെറി, മാംഗോൻ്റെ ക്രഷ്. പിന്നെ ഞാൻ എടുത്തത് ഫിയോണൻ്റെ ക്രീമാണ്. ഫിയോണൻ്റെ ക്രീം എടുക്കാൻ കാരണം അതിനകത്ത് മധുരം ഉണ്ട്, അതുകൊണ്ടാണ് അരട്ടിന് മിൽക്ക് മെയ്ഡ് ആയത്. അല്ലെങ്കിൽ ഒരു ടിന്നിന് മിൽക്ക് മെയ്ഡ് വേണ്ടി വരും. അപ്പോൾ ആദ്യം ഒരു ബൗൾ എടുക്കുക. അതിന് ശേഷം ഫിയോണൻ്റെ ക്രീം ഫുള്ളായിട്ട് ബൗളിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വെക്കുമ്പോൾ ബാക്കിയുള്ള അരട്ടിൻ്റെ മിൽക്ക് മെയ്ഡ് ചേർത്ത് വെക്കുക. എന്നിട്ട് പിന്നെ 3 ബൗളിലേക്ക് മാറ്റി വെക്കാം. 3 ഡിഫറെൻറ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് 3 മാറ്റിയത്. അപ്പോൾ ആദ്യം ഒരു ഫ്ലേവറിൽ മാംഗോ ക്രഷും പിന്നെ കുറച്ച് മുറിച്ച് വെച്ച മാംഗോവും കൂടി ആഡ് ചെയ്തിട്ട് പിന്നെ ഒന്ന് നല്ലോണം വിസ്ക് വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ അതിന് കുറച്ച് നമുക്ക് കളർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ യെല്ലോ കളർ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേറൊരു ബൗളിൽ ബ്ലൂബെറിൻ്റെ ക്രഷ് ഒഴിച്ച് പിന്നെ ഞാൻ ബ്ലൂ കളറാട്ടോ എനിക്ക് കിട്ടിയത്. ആ ബ്ലൂ കളറും കൊണ്ടൊന്ന് ആഡ് ചെയ്ത് പിന്നെ നമ്മൾ ബ്ലാക്ക് റൈസിൻസ്, കറുത്ത മുന്തിരി, അത് കഴുകി വെച്ചത് അതും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. പിന്നെ അടുത്ത ബൗളിലുള്ള ക്രീമിൽ കുറച്ച് സ്ട്രോബെറിൻ്റെ ക്രഷും പിന്നെ മുറിച്ച് വെച്ച സ്ട്രോബെറിയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഇതേപോലെ തന്നെ ഒന്ന് വിസ്ക് വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് നല്ല കളർ വേണമെങ്കിൽ കളർ ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പുഡിംഗ് ട്രേയോ അല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ പാത്രം അതിൻ്റെ അകത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ഒന്ന് ഇതിൻ്റെ മേലെ ഒന്ന് ചെറുങ്ങനെ ക്രഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് അതിൻ്റെ ടേസ്റ്റും ഫ്ലേവറൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടെല്ലാം ഒരു റാപ്പ് വെച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ബോക്സിലാണ് വെക്കുന്നുണ്ടെങ്കിൽ ബോക്സിൽ വെച്ചിട്ട് മൂടി വെച്ച് കൊടുത്താൽ മതി. എന്നിട്ടൊരു മിനിമം 8 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ നൈറ്റിൽ വെച്ചിട്ട് രാവിലെയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഒക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഐസ്ക്രീം ഇവിടെ നല്ല മൊഞ്ചായിട്ട് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ജോക്സോ ഫ്രൂട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ എന്താ വെച്ചാൽ ആഡ് ചെയ്തിട്ട് കഴിക്കാം. ഞാനിവിടെ സ്ട്രോബെറിൻ്റെ സിറപ്പും ചോക്ലേറ്റ്സിൻ്റെ സിറപ്പും കൂടി ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പേര് ഫ്രൂട്ട് സലാഡായിട്ടോ എന്തായിട്ടും നമുക്ക് കഴിക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളെ വിലപ്പെട്ട കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.